കോടതിയുടെ വിധിയാണല്ലോ. അതെ, ഇപ്പോൾ കോടതി വിധി വന്നിരിക്കുകയാണ്. 20 വർഷം തടവാണ്. കോടതിയുടെ വിധിയാണല്ലോ. ആ വിധിയെപ്പറ്റി ആധികാരികമായി അത് പഠിക്കാമെന്ന് പറയാൻ കഴിയില്ലല്ലോ. അതീതവയ്ക്ക് നീതി കിട്ടിയതോ കിട്ടിയില്ലയോ എന്നുള്ളതാണ് ഇപ്പോൾ വിഷയം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്. ഞാൻ നേരത്തെ അതീവതയുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ അതിനോടൊപ്പമാണെന്ന കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ്. ഇത്രയും വലിയൊരു പ്രമാദമായ കേസ് നൽകിയ ശിക്ഷ, അതിനകത്ത് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് പരിശോധിച്ച് തുടർ നടപടി സർക്കാർ ചെയ്തു. പരമാവധി ശിക്ഷ ലഭിച്ചിട്ടില്ല ഒരു പ്രതികൾക്കും. പരമാവധി ശിക്ഷ ലഭിച്ചില്ലെന്നുള്ളത് കൊണ്ടാണ് അത് സംബന്ധിച്ച് പഠിച്ച് തുടർ നടപടി സ്വീകരിക്കുന്നത് ഞാൻ പറഞ്ഞു. പ്രോസിക്യൂഷൻ ഒരു വീഴ്ചയോ അല്ലെങ്കിൽ ഒരു പോരായ്മ ഉണ്ടായിട്ടുണ്ടോ പരമാവധി ശിക്ഷ? പ്രോസിക്യൂഷന് വീഴ്ച വന്നില്ലല്ലോ. കാരണം 6 പ്രതികൾ കുറ്റക്കാരാണെന്നും ഗുരുതരമായ കുറ്റം അവർ ചെയ്തെന്നും കൃത്യമായ എവിഡൻസ് ഉണ്ടെന്നും ആദ്യം തന്നെ കോടതി പറഞ്ഞല്ലോ. അപ്പോൾ അതിനകത്ത് കുറ്റമില്ല, പ്രോസിക്യൂഷൻ ചെയ്യേണ്ട കാര്യം ചെയ്തു. എന്നാൽ എന്തുകൊണ്ടാണ് പരമാവധി ശിക്ഷ കിട്ടാഞ്ഞത് എന്നതിനെ സംബന്ധിച്ചാണ് നമുക്ക് സംശയം. അപ്പോൾ സ്വാഭാവികമായിട്ടും കോടതിയുടെ വിധിയാണ്. ആ കോടതിയുടെ വിധി സംബന്ധിച്ച് പരിശോധിക്കാതെ പഠിക്കാതെ ഒരു അഭിപ്രായം ആധികാരികമായിട്ട് പറയാൻ കഴിയില്ല. ചൂടാളുകൾ തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്നുള്ളതാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ തെളിയിക്കാൻ കഴിയുന്നില്ല, ദിലീപടക്കം വെറുതെ വിട്ടിരിക്കുന്നു. അതാണ് വലിയ നമ്മുടെ നിയമവ്യവസ്ഥയിൽ പല കേസുകളിലും പലതരത്തിലുള്ള വിധികൾ വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ പറയുന്ന കാര്യം അതിജീവിതയ്ക്ക് നീതി കിട്ടിയോ എന്ന ചോദ്യമാണ്. പരമാവധി ശിക്ഷ ലഭ്യമാക്കണമെന്നാണ് നമ്മളെല്ലാം ആഗ്രഹിച്ചത്. അത് ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ ആ പരമാവധി ശിക്ഷ കിട്ടാത്തിടത്തോളം കാലം അത് സംബന്ധിച്ച് മനസ്സിലാക്കി അതിജീവിതയോടൊപ്പം സർക്കാർ മുന്നോട്ട് പോകും എന്നത് വ്യക്തമായി തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. എല്ലാ പ്രതികൾക്കും ശിക്ഷ കിട്ടണമെന്നാണോ? എല്ലാ പ്രതികളും 6 പ്രതികളാണ് കുറ്റക്കാർ. മറ്റുള്ളവരെ വിട്ടതിനെ സംബന്ധിച്ച് ഇന്ന് കോടതി വിധിക്ക് ശേഷം പഠിക്കാൻ പറ്റും. അതിൻ്റെ റിപ്പോർട്ട് വന്നിട്ടില്ല. ഗൂഢാലോചന ഉണ്ടെന്നാണല്ലോ വന്നിരിക്കുന്നത്. ഗൂഢാലോചനയിൽ പങ്കാളികളായവർ ആരൊക്കെയെന്നുള്ളത് വ്യക്തമാക്കണമെന്നാണല്ലോ കോടതി പറഞ്ഞിട്ടുള്ളത്. അത് സംബന്ധിച്ചിടത്തോളം തുടർ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പീൽ പോകും. അപ്പോൾ ആവശ്യമായ എവിഡൻസുകൾ കണ്ടെത്താൻ ശ്രമിക്കും. ആ കാര്യത്തിലേക്കെല്ലാം കടക്കും. ഓക്കെ, ശരി. അതിജീവിതയ്ക്കൊപ്പം സർക്കാർ മുന്നോട്ട് പോകുമെന്നാണ് മന്ത്രി സജി ചെറിയാൻ പറയുന്നത്. വിധിന്യായം വായിച്ചതിന് ശേഷം, കോടതിയിൽ നിന്നുള്ള വിധിന്യായം വായിച്ചതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ പ്രതികരിക്കാമെന്ന് പറയുന്നു.